നമ്മുടെ ഒലി ബർഡേ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങിയാലോ സാർ? വാങ്ങാം, ഉള്ളിലോട്ട് പോകാം. ആദ്യമായി നമ്മളോടൊരു അമ്പലക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വെള്ള ആമ്പലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഗപ്പി മീനാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞൊരു PVC-യുടെ ഒരു ഡ്രെയിൻ ചാനലിലാണ് നമ്മളിവിടെ ഈ ചെടികളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പോട്ട് ആക്ച്വലി നമ്മൾ ഇവിടെ അടുത്തുനിന്ന് തന്നെ ഒരു സ്ഥലത്ത് ഓർഡർ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്, സ്പെഷ്യലായിട്ട് ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഈ ഫ്ലവറെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ് എല്ലാം ഈ ഒരു മേൽഭാഗത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുവാണ്. അതായത് ഞാൻ തമ്പനയിൽ പറഞ്ഞതുപോലെ ഈ വീടൊരു സ്പെഷ്യലായിട്ടൊരു കാര്യമുണ്ട്. അതായത് തടി നമ്മൾ ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല. ഫർണിച്ചറായാലും ജനലായാലും കതകായാലും ഒന്നും ഫർണിച്ചറിൽ ഉപയോഗിച്ചിരുന്നത് പുതിയൊരു മെറ്റീരിയൽ UPVC എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് നമ്മൾ ജനലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇതാണ് UPVC. വളരെ യൂസ്ഫുള്ളും പിന്നെ കോസ്റ്റ് എഫക്റ്റീവും പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ്. ഇതൊരു ലോക്ക് സിസ്റ്റം ഇവിടെ ഉണ്ട്. ഈ ലോക്ക് സിസ്റ്റം ആക്ച്വലി ഇങ്ങനെ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ലോക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ കൂടാതെ നമ്മൾ കാർ പോർച്ച് നമ്മുടെ ഒരു ബോൺസായി ചെടി ഇവിടെ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയും ഒരു പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റോസാപ്പൂവാണത്. പിന്നെ ഇവിടെയെല്ലാം നമ്മൾ അവിടെ ആ സൈഡിൽ വെച്ചേക്കുന്ന പോലെ തന്നെയാണ് ഒരു ചെടിയെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മെയിൻ കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ചിൽ ഇതാണ് നമ്മുടെ സനുവിന്റെ മയിൽ വാഹനം. അപ്പോ ഇത് ഇച്ചുവിൻ്റെത് മയിൽ വാഹനം. അതെ. പിന്നെ നമുക്ക് റെയിൻ കോട്ടെല്ലാം അതാണ്ട് ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സനു പറഞ്ഞോളൂ, എന്തൊക്കെയാണ്? ഹെൽമെറ്റും റെയിൻ കോട്ട്സ് എല്ലാം വെക്കാൻ വേണ്ടിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സോളാറാണ്. പാലാച്ച് കഴിഞ്ഞതിന് ശേഷം വെച്ചതാണ്. ഇതൊരു വാരിയുടെ സോളറാണ്. വാരി. പിന്നെ ഇത് ചെടി കണ്ണിലൊന്നും കൊള്ളാൻ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഗ്രീൻ ഇങ്ങനെ വല പോലെ ഇട്ടിട്ടുള്ളതാണ്. അങ്ങനെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തേക്കുന്നത്. ജനലെ പോലെ തന്നെയാണ്. ഇതും UPVC-യുടെ സ്ലൈഡിംഗ് ഡോറാണ്. നമുക്ക് ഇതിലെ ഹാളിൽ കയറാം. ഇതും വളരെ ഭംഗിയാണ്, യൂസ്ഫുള്ളുമാണ്. അതായത് നമ്മൾ ഈ മെയിൻ കാർപോർട്സിൽ ചെയ്തേക്കുന്നത് ഒരു ഗോൾഡൻ ബാമ്പു എന്നാണ് പറയുന്നത്. ഇതും അടുത്ത് നിലമേന്നൊരു കടയിൽ നമ്മൾ വാങ്ങിയതാണിത്. ഇത് ഏകദേശം എനിക്ക് 300 രൂപയോളം ഉണ്ട്. ഒരു സെറ്റായിട്ട് ആണ് വാങ്ങുന്നത്. ഒരു 4-5 സെറ്റ് ഉണ്ട് ഇവിടെ. അത് വളർന്ന് വരുമ്പോൾ ഇതേപോലെ ഒരു പഴയ കാലം നമ്മൾ പറഞ്ഞ ഈറ എന്ന സംഭവം തന്നെയാണ്. പക്ഷെ അതൊരു മഞ്ഞ നിറമാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണത്. അടുത്തതായി നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് കിടക്കാം. പറഞ്ഞോ സനു.
ആദ്യം നമ്മൾ സിറ്റൗണിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഹാൻഡിൽ കൊടുത്തിട്ടാണ് മുതിർന്ന ആൾക്കാർക്ക് പിടിച്ചു കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വീട് ചെയ്തേക്കുന്ന ഒലീവ് ഗ്രീന് ബ്ലാക്ക് വൈറ്റ് അങ്ങനെയാണ് ഈ ഒരു വീട്. നമ്മുടെ തീം അതാണ്, ഒലീവ് ഗ്രീൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. മാക്സിമം നമ്മൾ ആ കളറിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില കളറൊന്നും ഒത്തില്ല, എന്നാൽ ഏകദേശം ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെയർ, ഈ 3 ചെയറും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ടൈലാണ്, ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിപ്പിച്ച് ചെയ്ത. അതെ അതെ, സനു പറഞ്ഞോളൂ, ഇത് ടൈല, ഫുൾ ബോഡി ടൈലാണ്, ഫുൾ ബോഡി. ഇത് നമ്മൾ പിന്നെ സ്ക്വയർ ട്യൂബിൽ ഇവിടെ തന്നെ ചെയ്തെടുത്തതാണ്. ഇത് നമ്മുടെ ബോൺസായി. ഇത് നമ്മൾ ചെടി വേറെ വാങ്ങിയിട്ട് ഈ പോട്ടിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്യുമായിരുന്നു. പിന്നെ വന്നേക്കുന്നത് ഇവിടെ ഒരു ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഷൂറാക്കാണിത്. ഇത് ശുഭക്ക് ഇതിങ്ങനെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അതെ, നമ്മുടെ യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. അതായത് നമ്മൾ ഈ ഒരു ചെരുപ്പിന്റെ സ്പേസിൽ നമുക്ക് 2 എണ്ണം വെക്കാം. അത് ഒരുപാട് ഏകദേശം 10-30 മേളിൽ സംഭവം ഉണ്ട്. നമ്മൾ അല്ലാതെ വെക്കുന്ന നമ്മൾ 15 വെക്കാൻ പറ്റുള്ളൂ. അതിന് വേറെ പ്രത്യേകത ഉണ്ട് ഇതിന്. ഇത് നമ്മുടെ ഈ ഫെറോസ് ലാബ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഈ ഫെറോസ് ലാബിൽ ചെയ്തിട്ട് നമ്മൾ മറൈൻ പ്ലൈയിൽ അക്രലിക് ഒട്ടിച്ചിട്ട് ഇതിന്റെ പിന്നെ സൈഡെല്ലാം ചെയ്തിരിക്കുകയാണത്. ഇത് ആക്ച്വലി നമ്മുടെ ഈ സൗത്ത് കേരളയിൽ അധികം പ്രചാരത്തിലുള്ള സാധനമല്ല ഈ പിന്നെ ഫെറോസ് ലാബ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഈ ഫെറോസ് ലാബ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചാൻസ് ചെയ്തതാണ്, പക്ഷെ എനിക്ക് വലിയ പ്രശ്നം ഒന്നും ഇല്ലാട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് ഉള്ളിലോട്ട് പോകാം. നമുക്ക് വീടിന്റെ ഉൾഭാഗത്തോട്ട് പോവാം. ഉൾഭാഗത്ത് പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു തടിയല്ലത്, ഇത് WPC എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. ഈ തടി നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഈ WPC എന്ന് പറഞ്ഞ ബോർഡ് എടുത്തിട്ട് അതിൽ കാർപ്പൻറ്ററിനെ കൊണ്ട് പണിഞ്ഞ് പിന്നെ അത് മറ്റേ സ്പ്രേ പെയിന്റ് ആണ് നമ്മൾ ചെയ്തിരുന്നത്. സ്പ്രേ പെയിന്റ് ചെയ്താലേ ഇരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഷൈനിങ് നമുക്ക് കിട്ടത്തില്ല. ഇതൊരു സ്കെയിൽ വുഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എറണാകുളത്തുള്ള. അപ്പൊ അതിന്റെ ബോർഡ് എടുത്തിട്ട് ഇവിടെ കാർപ്പൻറ്ററെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുമായിരുന്നു. ഇതെല്ലാം അവിടെ ഹാൻഡിലും ഇതെല്ലാം ഇവിടെ നിന്ന് വാങ്ങിയതാണ്, ചാലയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഉൾഭാഗത്തോട്ട് വരുമ്പോൾ അതെ അതെ, ലിവിങ് സ്പേസ്. പറഞ്ഞ സാധനം അതെ അതെ. അത് കഴിഞ്ഞ് നമ്മൾ വാൾ മോൾഡിംഗ് എന്ന സംഭവമാണ് ഇത്. ഈ വാൾ മോൾഡിംഗ് ആക്ച്വലി അധികം ഞാൻ അങ്ങനെ വീടുകളിലൊന്നും കണ്ടിട്ടില്ല. ഞാൻ നോർത്ത് ഇന്ത്യ സൈഡിലൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് പല വീടുകളിലും കണ്ടു, പല ഹോട്ടലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു സ്ട്രിപ്പാണിത്, റീപ്രോ പോലത്തെ സാധനമാണിത്. ഇത് ആക്ച്വലി PVC മെറ്റീരിയലാണ്. ഇത് തന്നെ PVC ഉണ്ട്, WPC ഉണ്ട്, ചാർക്കോൾ ഉണ്ട്, പല പല മെറ്റീരിയലുണ്ട്. ഇപ്പൊ ചാർക്കോളാണ് കുറച്ചുകൂടെ ഹാർഡ് മെറ്റീരിയൽ. ഇത് പക്ഷേ പൈസ കുറവാണ്. നമ്മളൊരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇതാണ്. ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് പെട്ടെന്നൊരു ഹൈലൈറ്റ് ആക്കി എടുക്കാം. ചെറിയ പൈസ ആവത്തുള്ളൂ. നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു എക്സ്പെൻസ് ഇത് വാങ്ങുന്നത് തീർത്തും. പിന്നെ നമുക്കിത് വാങ്ങിങ് പ്രൈസ് ഉണ്ട്. പിന്നെ ഈ ഇത് നമുക്ക് പെയിന്റ് അടിക്കാം. അതല്ല പെയിന്റ് അടിച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ വൈറ്റ് ആയിട്ട് നിർത്തിയാലും അതൊരു ഭംഗിയാണ്. ഞാൻ പിന്നെ ഒരു കളറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പെയിന്റ് അടിച്ചെടുത്തു. പറഞ്ഞു. പിന്നെ നമുക്കിവിടെ സോഫ വരുന്നുണ്ട്. ഇത് ലോഞ്ചർ ടൈപ്പ് സോഫ എന്നാണ് പറയുന്നത്. ലോഞ്ചർ ടൈപ്പ് ഇതിപ്പോ എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ലോഞ്ചർ ടൈപ്പ് സോഫ ഒരു ഒലീവ് ഗ്രീൻ കളറിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് കിട്ടിയ ഒരു കളർ ഇതാണ്. അതായത് ഒലീവ് ഗ്രീൻ നമുക്ക് കറക്റ്റ് കിട്ടിയത്. ഞാൻ കുറെ നോക്കിയിട്ടാണ് ഈ സംഭവം എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ടേബിള് ഇത് മറ്റേ ഫുൾ ബോഡി ടൈലാണ്. ഇത് നമ്മൾ ഈ സ്ലാബ് ചെയ്തതിന്റെ ബാക്കി വന്ന ടൈൽ എടുത്തിട്ട് ഞാൻ ജിയുടെ സ്ക്വയർ ട്യൂബിൽ ഇവര് ഗൈറ്റ് ചെയ്ത ആൾക്കാർ തന്നെയാണ് അത് ചെയ്തു തന്നത്. ചെറിയ പൈസ ചെയ്ത് ഫ്രീ ആയിട്ടാണ് എന്ന് പറയാം, ചെയ്ത് എടുത്തതാണത്. അതെ, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ ഇങ്ങനെ ബാക്ക് ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇത് ഒരെണ്ണം ഏകദേശം ഒരു 230 ആ റേഞ്ചൊക്കെ വരുമ്പോൾ ഒരു 50x50 വരുന്ന ഒരു പീസാണ്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു സെൽഫ് അഡ്ജസ്റ്റീവ് ആണ്. നമുക്ക് ബാക്കിൽ നിന്ന് സ്റ്റിക്കറിളക്കിയിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം നമുക്ക് അത് ആക്ച്വലി ഞാൻ തന്നെയാണ് ചെയ്തത്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് ഒട്ടിച്ചിട്ട് അതിന്റെ ലെവൽ കറക്റ്റ് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് തന്നെ അത് ചെയ്തിറക്കാവുന്നല്ലേ ഉള്ളൂ. അത് തന്നെ നമുക്ക് ഈ ഒരു താഴത്തെ കബോർഡ്, അതെ അതെ, ഈ കബോർഡ് സ്പേസ്, അതെ അതെ പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെ, നമ്മൾ ഈ സർവീസിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ക്യാമ്പിൽ നിന്ന് അടുത്ത ക്യാമ്പിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരു മൊമെന്റോ തരും. അപ്പൊ അതിന്റെ കുറെ പല ക്യാമ്പിൽ പോയപ്പോ തന്നതാണ് അതൊക്കെ. സ്പീക്കർ നമ്മൾ എന്റെ പഴയ ഞാൻ ഡൽഹിയിൽ ഇരുന്ന സമയത്ത് വാങ്ങിയതാണ് ഇൻഡെക്സിന്റെ. അതെ അതെ, ഇത് ജിയുടെ സ്ക്വയർ ട്യൂബിൽ നമ്മൾ പെയിന്റ് അടിച്ചെടുത്തതാണ്, സെക്യൂരിറ്റി പർപ്പസ് എന്നുള്ളത്. ഇത്
ഇതും നമ്മളെ UPVC വിൻഡോസ് ആണ്. നമ്മുടെ വേളിയിലുള്ള പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് UPVC. വളരെ നല്ല ക്വാളിറ്റി. എനിക്ക് സർവീസൊക്കെ ഉള്ള സർവീസും ഇഷ്ടപ്പെട്ടു, വർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി. പിന്നെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേളിയിലുള്ളൊരു കമ്പനിയാണത്. ഇത് അപ്പൊ ഇനി വരുന്നത് ഇവിടെ ഒരു ക്ലോക്ക് ആണ്. ഇത് ഇവിടെ തന്നെ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ക്ലോക്ക് ആണ്. പിന്നെ ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഓൺലൈൻ വാങ്ങിയതാണ്. അതും ഓടുന്നവരെ കട്ടിങ്ങുന്നതേ ഉള്ളൂ. അതവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ക്ലോക്ക് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ മറൈൻ പ്ലേയില് മൈക്ക ഒട്ടിച്ചെടുത്തേക്കാണ്, എന്നിട്ട് അതിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഒതുകൊടുക്കാനായിട്ട് ഒരു സ്പേസ് ആദ്യം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇത് നമ്മള് ഇവിടെ തന്നെ വാങ്ങിച്ചതാണ്. അതെ, വാങ്ങിച്ച് ഒട്ടിച്ചെടുത്തതാണ്. ഇത് നമ്മളെ ഒതു കൊടുക്കാനായിട്ട് പക്ഷേ ഇതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് കാല് കഴുകാനൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് അതെ, ഇത് സാധാ ഒതു കൊടുക്കാനുള്ള സംഭവം. എന്നിട്ട് നമുക്ക് ഈ നമസ്കാര മുറി ഏകദേശം ഈ ഭാഗത്ത് എത്രയ്ക്കായിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത്. അതെ, നമ്മളെ വെള്ളം അങ്ങനെ അബ്സോർവ് ചെയ്യും. മറ്റുള്ള മാറ്റുകൾ പോലെ നമ്മൾ കുറച്ചേരം നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. പക്ഷെ അത് നല്ല സംഭവമാണ്. ബാത്റൂമുകളിലേക്കും ഇങ്ങനെയുള്ള സ്പേസുകളിലേക്ക് പെട്ടെന്ന് ഇടാനായിട്ട്. ഇതും ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ ചെറിയ പൈസ ആയിട്ടുള്ളത്. അത് ഇവിടെ ഒരു മാറ്റ് ഉണ്ട്. ഇത് നമ്മുടെ നമസ്കാര മുറി. ഇവിടെ മുതിർന്നവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫോൾഡ് ചെയ്ത് പറ്റുന്നത്. അതെ, ഫോൾഡ് ചെയ്ത് വെക്കാം. ഇത് കട്ടനാണ്. ആക്ച്വലി ഇത് റോമൻ ബ്ലൈൻഡ്സ് എന്നാണ് പറയുന്നത്. റോമൻ ബ്ലൈൻഡ്സ് വന്നതിന് ശേഷം അതിന് ശേഷം വന്നൊരു സംഭവമാണ്. ഇതും കൊള്ളാം. നല്ല നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഡയറക്റ്റ് ആയിട്ട്. മറ്റേതാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു ബ്ലൈൻഡ്സ് ആകുമ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഒരു ഗ്യാപ്പ് കണക്ക് വരത്തില്ല. ഇതാകുമ്പോൾ ഫുൾ ആയിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിടാം. പക്ഷെ ഇത് നല്ല ഒരു തുണിയാണ് സംഭവം. തുണിയാണത് അതിൽ ചെയ്തെടുത്തേക്കുന്നത്. അതെ, ഇത് നമ്മൾ ഓൺലൈനായിട്ട്. അല്ല, ഇത് പെയിന്റ് അടിച്ചിട്ടുണ്ട്. പക്ഷെ വൈറ്റ് പെയിന്റ് ആണെന്നേ ഉള്ളൂ. വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ഞാൻ വൈറ്റ് അടിക്കാത്ത സംഭവം കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇത് നമ്മളിതെല്ലാം ഈ സംഭവങ്ങളെല്ലാം ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഈ ഇതൊക്കെ വെക്കാനായിട്ട് കബോർഡെല്ലാം ഉണ്ട്. ഫൈബറെല്ലാം വെക്കാനായിട്ട് കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ, നമ്മുടെ ഡൈനിങ് സ്പേസ് ആണിത്. ഇത് ആക്ച്വലി ചെയർസ് നമ്മൾ എല്ലാം ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഈ ടേബിൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയത്. നമ്മൾ ഈ നമ്മളെ ടൈൽസിന്റെ പണിക്കാരെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച് നമ്മൾ ഈ സ്ക്വയർ ട്യൂബ്, ജിയുടെ സ്ക്വയർ ട്യൂബാണത്. സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് കട്ട് ചെയ്ത് സ്റ്റാൻഡാക്കി നമ്മൾ ഗേറ്റുകാർ പണി തന്ന സംഭവമാണത്. ചെറിയ പൈസയ്ക്ക് നമ്മൾ അറേഞ്ച് ചെയ്തെടുത്തു. ഇത് മാത്രം ഓൺലൈനായിട്ട് വാങ്ങി. പിന്നീട് നമ്മുടെ ഈ സ്റ്റെപ്പിന്റെ അടിയിൽ അതെ, നമ്മുടെ ലവ് ബേർഡ്സ് ഇവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആദ്യം വെളിയിലാണ് വെച്ചിരുന്നത്. ഓരോരുത്തരൊക്കെ നമ്മളെ കിളറാൻ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുപോയതിനു ശേഷം നമ്മൾ എടുത്ത് അകത്ത് വെച്ചു. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ സ്പേസ് വരുന്നത്. മൈക്രോടെക്കിന്റെ ആണ്. അത് ഫുൾ കവറാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് സ്ഥലമുള്ളതുകൊണ്ട് അവിടെ വെച്ചേക്കുന്നു. പിന്നെ ഇവിടെ നമുക്കൊരു ഇവിടുന്ന് ഒരു ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഫുൾ ഇതായിട്ട് നമ്മൾ വെളിയിൽ ഈ വാതിൽ പോലെ ഇത് വെളിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെറിയൊരു ഫ്ലവേഴ്സും ചെടിയൊക്കെ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങടയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ നമ്മുടെ വാഷ് ബേസിന് ഇവിടെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ ലൂവേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രശ്നം പിന്നെ ഇവിടെ ജാഗ്വാറിന്റെ പൈപ്പും ജാഗ്വാറിന്റെ ഒരു വാഷ് ബേസും ആണ്. പിന്നെ മേളില് ചെടികൾ അങ്ങനെ വെക്കാൻ വേണ്ടി ഒരു സ്പേസ്. പിന്നെ ഇവിടെ ഹാങ്ങർ ഉണ്ട്, ടവൽ എല്ലാം വെക്കാൻ വേണ്ടി. പിന്നെ വെള്ളം ഇങ്ങോട്ടൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബോർഡ് ഉള്ളത് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് വന്നിരിക്കുന്നത്. അതിന്റെ അടിയിൽ LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് അറ്റാച്ച് ആണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. അങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ചെയർ നമ്മള് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് എല്ലാം ഇങ്ങനെ വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് ആണ്. ഒരു ലാമ്പ് പോലെയാണ് ഇങ്ങനെ തൂക്കിയിട്ടേക്കാണത്. ഡൈനിങ് സ്പേസിൽ മേലെ ഒരു ബോർഡ് പോലത്തെ ഒരു സാധനം. അതെ, ഇത് ആക്ച്വലി ഇതൊരു ചാർക്കോൾ പാനലാണ്. 9 അടി വരുന്ന ഒരു ചാർക്കോൾ പാനലാണ്. ലൂവേഴ്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൽ ഗം വെച്ചിട്ട് ഒട്ടിച്ചേക്കാണ്. നമ്മൾ
ഇതിന്റെ ഉടനീളവും ഇതിന്റെ ഒരു ഈ ഭംഗിക്ക് ഇതിന്റെ ഡൈനിങ് സ്പേസിന്റെ ഉൾഭാഗമായിട്ട് ഈ അടിഭാഗമായിട്ട് നമ്മുടെ ചെടി ഏരിയയുടെ അടിഭാഗമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. അടുത്തതായി നമ്മളൊരു വീടിന്റെ മർമ്മപ്രധാനമായ ഒരു സ്ഥലമാണ് കിച്ചൺ. അപ്പോൾ കിച്ചണിലോട്ട് കിടക്കാം. നമ്മൾ മാക്സിമം അത് ഭംഗിയാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട് അത്. ഇതാണ് നമ്മുടെ ഷട്ടർ യൂണിറ്റ്. ഇത് എപ്പോടെയാണ്, എപ്പോ കമ്പനിയാണ് ഷട്ടർ യൂണിറ്റ്. നമുക്ക് മിക്സി യൂണിറ്റ് ആണത്. നമുക്ക് ഇങ്ങനെ പൊക്കിയിട്ട ശേഷം നമുക്ക് മിക്സി യൂണിറ്റ് നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കബോർഡ് ഏതാണ്ട് ഈ വിക്കർ ബാസ്ക്കറ്റ്, ഇത് ഹെറ്റിക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഹെറ്റിക്. അത് നമ്മൾ ഈ സവാളയും ഇതെല്ലാം വെക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ബോട്ടിൽ പുള്ളൗട്ടാണിത്. ബോട്ടിൽ പുള്ളൗട്ട് ഈ ഓയിൽ ഉള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഓയിൽ പുള്ളൗട്ട് എന്നാണ് അതിന് പറയുന്നത്. ഇതും എപ്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. പിന്നെ ഇത് വരുന്നത് കട്ട്ലറി ട്രേ ആണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ എല്ലാം വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇട്ട് വെച്ച് യൂസ് ചെയ്യാനൊക്കെ ഉള്ള സംഭവം. അതുപോലെ സോഫ്റ്റ് ക്ലോസ് ആണ് ഈ സംഭവം. ഇതിനും അറിയാൻ വേണ്ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പോയി അതങ്ങ് അടയും. അതൊരു നല്ല ഭംഗി, കാണാൻ നല്ല രസമാണ്, പക്ഷെ നമുക്ക് യൂസ്ഫുൾ ആണ് സംഭവം. ഇത് ടാൻഡം ബോക്സ് ആണ്. സാധനങ്ങളെല്ലാം ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണത്. സോഫ്റ്റ് ക്ലോസ് ആയിട്ട് വരും. ആക്ച്വലി ഇത് മറൈൻ പ്ലേയിൽ ഉണ്ട്, ഇതിന് WPC ഉണ്ട്. മറൈൻ പ്ലേയിൽ അക്രലിക് എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് ഷീറ്റാണ്. ആ സാധനം ഒട്ടിച്ചെടുത്തത്. അത്ര ഗ്ലേസിങ് വരാൻ കാരണം അത്. ഇത് മൈക്ക ആണെങ്കിൽ മൈക്ക ഒട്ടിക്കുക. ഇത് കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലുമാണ്, പക്ഷേ ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതായാലും നമ്മൾ ഗ്രാനൈറ്റ് അല്ലത്. ഇത് ഫുൾ ബോഡി ടൈലാണ്. ഫുൾ ബോഡി ടൈൽ നമ്മളിത് ഡബിൾ ആക്കി ഇവിടെ ഒട്ടിച്ചേക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഹുഡ് ആൻഡ് ഹോബ്, എലീക്കയുടെ ഹുഡ് ആൻഡ് ഹോബ് ആണിത്. ഇതും നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഷോ കിച്ചൺ മാത്രമല്ല, അത്യാവശ്യം നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കിച്ചണോടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സംഭവങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള ഒരു ഇതല്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഫുള്ളും ആണ് സംഭവം. തന്നെ പറഞ്ഞു. അതെ അടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതും എപ്പോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണത്. അതെ വാക്യാന്ന് വെച്ചാൽ വാക്യാനല്ല, ആക്ച്വലി നമ്മൾ ഈ ഫ്രിഡ്ജിനകത്തുനിന്ന് സാധനമൊക്കെ വെക്കുമ്പോൾ അത് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും അടപ്പിൽ വെക്കുമ്പോൾ കവർ ചെയ്ത് വെക്കാനായിട്ട് എന്നാണ്. ഇതൊരു സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജാണിത്, ഹയർ എന്ന കമ്പനി. ഇതും ആക്ച്വലി ഓൺലൈനായിട്ട് വാങ്ങിയതാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരിക്കൊരു ഓടുന്നുണ്ട്. സർവീസൊക്കെ വന്നാൽ എല്ലാം ചെയ്തു തന്നായിരുന്നു, പ്രശ്നമൊന്നുമില്ല. പറഞ്ഞു തന്നു. അതെ, എല്ലാം ഓൺലൈനായിട്ടാണ് വാങ്ങിയത്. ഒരു ഓൺലൈൻ ഹൗസ് ആണ്. പിന്നെ ഇത് ഫ്രീസറാണ്, ഇത് ഫ്രിഡ്ജാണ്. ആക്ച്വലി നമുക്ക് 100% ഫ്രിഡ്ജാക്കി മാറ്റാൻ പറ്റും. ഈ ഫ്രീസറിൽ നമ്മൾ മീനോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ അത് ഫ്രിഡ്ജാക്കി ഇടാം. അതാകുമ്പോൾ നമുക്ക് കറണ്ടിന്റെ കൺസപ്ഷൻ കുറയ്ക്കാനുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണിത്. ഇതും അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അടുത്തതായി നമുക്ക് ഇവിടെ ഒരു GTPT വരുന്നുണ്ട്, ഗ്ലാസ് പ്ലേ ആൻഡ് ട്രേ എന്ന് പറയുമ്പോൾ. ഇത് പ്രോ ലിഫ്റ്റ് ആണ്. പ്രോ ലിഫ്റ്റ് ചെയ്ത് എപ്പോഴും പ്രോ ലിഫ്റ്റ് ആണ്. പ്രോ ലിഫ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അപ്പോൾ പ്ലേറ്റ് കഴുകി വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ വെള്ളം എടുത്ത് കളയാന്നുള്ള സംഭവമാണ്. ഇതും അങ്ങനെ. ഇതും ഞാൻ ഫെറോസ്ലാമാണ് കംപ്ലീറ്റ്. ഫെറോസ്ലാമിൽ ചെയ്തിട്ട് ഇതില് മൈക്ക് ഒട്ടിച്ച്, മറൈൻ പ്ലേയിൽ മൈക്ക് ഒട്ടിച്ചിട്ട് ചെയ്തെടുത്തിരിക്കുകയാണത്. ഇതും അധികം ആരും ചെയ്യാത്തതാണ്. ഫെറോസ്ലാമിൽ ഫിക്ഷൻ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ട്രിവാൻഡ്രം ഭാഗത്ത് അധികം അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അതെ ഇതാണ് നമ്മുടെ ടോൾ യൂണിറ്റ്. ആക്ച്വലി നമുക്ക് സ്റ്റോർ ഇവിടെ ഇല്ല. അപ്പൊ സ്റ്റോർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ടോൾ യൂണിറ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചാൽ. കാരണം ഇത് കുറച്ച് കോസ്റ്റ് കൂടുതലാണിത്, എന്നാലും സംഭവം യൂസ്ഫുൾ ആണ്, കാണാൻ ഒരു ഭംഗിയാണ്. ഇത് ഹെറ്റിക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രാൻഡ് കമ്പനിയാണിത്. പിന്നെ അപ്പോൾ സ്റ്റോറില്ലാത്തതുകൊണ്ട് നമ്മൾ സംഭവം അതെ, നമ്മൾ പോയപ്പോൾ ഇങ്ങനെ അകത്തോട്ട് കയറി പോകും. ആ ഒരു മെക്കാനിസം അതിന് വേണ്ടി മാത്രം തന്നെ നല്ലൊരു പൈസ ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഫെറോസ് ലാബിലാണ് ചെയ്തേക്കുന്നത്. ഫെറോസ് ലാബിൽ ഈ മറൈൻ പ്ലേയും അക്രലിക്കും വെച്ച് ഒട്ടിച്ച് ചെയ്തേക്കുകയാണത്. പിന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡ് ഒരു അതെ ഇത് സിലിക്കോൺ വെച്ചിട്ട് ഞാൻ തന്നെ ഒട്ടിച്ചിരിക്കുകയാണത്.
പിന്നെ ഇവിടെ പ്രോലിഫ്റ്റ് അല്ല നമ്മുടെ ഇത് ടാറ്റം ബോക്സ് ആണിത്. സോ എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് സംഭവം എല്ലാം. സോഫ്റ്റ് ക്ലോസും ആണ്, എല്ലാം SS ആണ്. അതിന്റെ ഇഞ്ചസ് എല്ലാ സംഭവങ്ങളെല്ലാം SS ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ലോഫ്റ്റ് ഏരിയ ഉണ്ട്. ലോഫ്റ്റ് ഏരിയ സ്റ്റോർ ഇല്ലാത്തതിനാൽ നമ്മൾ ലോഫ്റ്റ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം ഫെറോസ് ലാബാണ്. ഫെറോസ് ലാബിൽ ചെയ്തിട്ട് കവർ ചെയ്തെടുത്തേക്കാണ് ഈ സംഭവം എല്ലാം കേട്ടോ. അപ്പൊ അടുത്തതായി നമ്മുടെ ഒരു സിങ്ക് ആണ്. ഇത് മോഡേൺ സിങ്ക് ആണ്. ആക്ച്വലി ഞാൻ ഈ വീട് വെക്കുന്ന സമയത്താണ് ഈ സംഭവം കാണുന്നത്. പക്ഷെ കൊള്ളാം, സംഭവം കാണാനും ഭംഗിയുണ്ട്. ഞാൻ ഇതും ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ബാക്കി എന്റെ ഫംഗ്ഷനൊക്കെ പറഞ്ഞു കൊടുക്കണം. ഫസ്റ്റ് ഇങ്ങനത്തെ ചെറിയ പൈപ്പാണ്. ഇത് ഫസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നു, പിന്നെ ഇത് സർവീസ് ആക്കി എടുത്തതാണ്. പിന്നെ സാധാ വെള്ളം വരുന്നതാണ്. ആക്ച്വലി ഇത് നമ്മൾ ഈ അണ്ടർ സിങ്ക്, അതായത് അക്വാഗാർഡിന്റെ ഈ സിങ്കിന്റെ അടിയിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ട് നമുക്ക് ഇന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മളത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, 25,000 രൂപ വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഒഴിവാക്കിയിട്ടാണ് വെളിയിൽ വർക്ക് ഏരിയയിലാണ് അത് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് ആക്ച്വലി സാധാ വെള്ളം വരുന്നത്, പ്യൂരിഫയർ വെള്ളമല്ല. പിന്നെ ഇവിടെ പാത്രം കഴുകാൻ വേണ്ടിട്ട് അതെ, പാത്രം കഴുകാനായിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ പൈപ്പ് ഉണ്ട്. വലുതാണ്. ഈ ഒരു സാധനം വെച്ചാണ് തുറക്കുക. ഇതിങ്ങനെയാണ്. അതെ, രണ്ട് സാധനമാണ്. ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രഷർ ആയിട്ടുള്ള സംഭവം ഇങ്ങനെ വരും. നമുക്ക് രണ്ട് രീതിയിൽ വെള്ളം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ വരും. നമുക്ക് ഇങ്ങനെ അങ്ങനെ കഴുകാൻ പറ്റും. ഇതിങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഈ ഒരു ഫ്രൂട്ട്സ് എല്ലാം കഴുകാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഗ്ലാസ് കഴുകാണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊള്ളാം. ഉപയോഗിക്കാറില്ല, പക്ഷെ കാണുന്നത് ഭംഗിയുണ്ട്. ആക്ച്വലി ഇതിന് ഞാൻ വാങ്ങുന്ന സമയത്ത് എല്ലാവരും പ്രഷർ പമ്പ് വേണ്ടി വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് നമുക്കിവിടെ പ്രഷർ പമ്പ് വേണ്ടി വന്നില്ല. നമുക്ക് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രഷർ പമ്പ് കുറച്ച് പ്രഷർ വരായിരിക്കും, പക്ഷെ നമുക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് വേണ്ടിയുള്ള പ്രഷർ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രഷർ പമ്പ് വാങ്ങി വെച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു റൂം ഹോൾഡറാണത്. റൂം ഹോൾഡർ നമുക്ക് ഇത് സംഭവത്തും കൊള്ളാം. ഇത് നമുക്ക് തുറപ്പെല്ലാം ഇവിടെ പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി. ഇതും ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇതെങ്ങനെ വെക്കാൻ പറ്റുന്നത്, എന്തെങ്കിലും ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്യാം. പിന്നെ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു ഫ്ലൈങ് ക്യാച്ചർ ഉണ്ട്. ഇതും അത്യാവശ്യം യൂസ്ഫുൾ ആയ സംഭവം. നമ്മൾ കൊതുകുകളും കാര്യങ്ങളും എല്ലാം അതിലങ്ങ് പിടിച്ചോളൂ. അത് ഈച്ച. അതായത് നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് പോവാം. വർക്ക് ഏരിയ ആക്ച്വലി ഇത് മറൈൻ പ്ലേയിലല്ല ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ അലൂമിനിയത്തിൽ ACP ഷീറ്റ് വെച്ചിട്ട് ചെയ്തെടുത്ത് വയ്ക്കുകയാണ് സിങ്ക്. ഈ സിങ്കും ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയത് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ചിരവ് വരുന്നത്. നമ്മളെ ചെറിയ കാലത്തൊക്കെ വരെ നീളമുള്ള ചിരവായിരുന്നു. ഇപ്പം പുതിയ പുതിയ സിസ്റ്റങ്ങൾ വന്നപ്പോൾ എൻ്റെ സംഭവം കൊള്ളാം, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഒരു സ്ഥലത്ത് ഒതുങ്ങിയായിട്ടിരിക്കുകയും ചെയ്യും, കാണാനൊരു ഭംഗിയുണ്ട്. ഇതാണ് നമ്മളെ ഇടിച്ച് എന്താ പറയാ, എന്തെങ്കിലും ചതച്ചെടുക്കാൻ പറ്റിയ സാധനം. ഇവിടെ ഒരു റൂം ഹോൾഡർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതെ, അക്വാഗാർഡ്. ഇതില്ല നമ്മൾ വെള്ളം എടുക്കുന്നത്, വെള്ളം എടുത്ത് കുടിക്കുന്നത്. ഇവിടെ നമ്മള് വയൽ ഭാഗമാണ്. വയൽ ഭാഗം ആയതുകൊണ്ട് ഈ ഓര് വെള്ളത്തിന് ചെറിയ ചുവയൊക്കെ വരാണ്. അപ്പം മേളിൽ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, എന്നാലും കുടിക്കാൻ വേണ്ടി നമ്മളിത് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതെ, നമ്മള് വാഷിംഗ് മെഷീന്റെ സാധനങ്ങൾ, വാഷിംഗ് മെഷീൻ നമ്മളെ സാംസങ്ങിന്റെ വാഷിംഗ് മെഷീനാണ് അത്. അതെ, സാംസങ്ങിന്റെ വാഷിംഗ് മെഷീൻ. ഇതും നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ചുരുക്കം പറഞ്ഞാൽ 95% സാധനങ്ങൾ ഓൺലൈനായിട്ട് തന്നെയാണ് വാങ്ങിയത്. ഇവിടെയും നമുക്ക് ഒരു എപ്കോടെ തന്നെയാണ് ഡസ്റ്റ്ബിൻ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ കേട്ടോ ഇളക്കി എടുക്കാം. അതെ അതെ അതെ. നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോവാം. അതെ അതെ, നമ്മൾ ആക്ച്വലി ഇതും ഫെറോസ് ലാബിൽ ചെയ്തതാണ്. ഫെറോസ് ലാബിൽ ചെയ്തിട്ട് ഇങ്ങനെ ഏറ്റവും അതെ, തരിയെ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് കണ്ണാടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫോട്ടോസ് ആണ്. ഹാളിലെ പോലെ തന്നെ നമുക്ക് ഓർഡർ ചെയ്തതിനു ശേഷം നമ്മൾ തന്നെ ഒട്ടിച്ചതാണ്. ആദ്യം പാലാഴ്ചന് മുമ്പ് ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കായിരുന്നു. പിന്നെയാണ് വാങ്ങിച്ചിട്ട് അത് എല്ലാം ഒട്ടിച്ചത്. ഇത് മറ്റേ വാൾ മോൾഡിംഗ് ആണ്. വാൾ മോൾഡിംഗ് വാങ്ങിയിട്ട് സ്ട്രിപ്പ് ചെയ്ത് എടുത്തേക്കാണത്. പിന്നെ അതെ അതെ, ഇത് അറ്റാച്ച് ആണ്. ഇത് നമ്മൾ ഫിക്സ് ആണ്. ഈ റൂമിലുള്ള എല്ലാ സംഭവം ഫിക്സ് ആണ്, കട്ടിൽ സഹിതം. പിന്നെ ഇതും നമ്മുടെ ഫെറോസ് ലാബിൽ ചെയ്തിട്ട് പാനൽ ചെയ്ത് എടുത്ത് വയ്ക്കുകയാണത്.
സംഭവം എല്ലാം ചെയ്യാൻ പറ്റും. ഫെറോസ് ലാബിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇല്ല എന്നാണ് എനിക്കിപ്പോൾ ചെയ്തതിൽ എനിക്ക് മനസ്സിലായത്. ഈ ഡ്രോയറെല്ലാം ചെയ്യാൻ ഡ്രോയറെല്ലാം ഫെറോസ് ലാബിൽ വന്നിട്ട് ചെയ്തെടുത്ത് വെക്കുകയാണത്. അതെ അതെ, അപ്പച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുപോലെ കട്ടിൽ നമ്മളൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ കട്ടിലിന്. കട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ഫിക്സ് ആണ്. ഇതും ഫെറോസ് ലാബിൽ ചെയ്തൊരു കട്ടിലാണത്. നമ്മൾ അടിഭാഗം കണ്ടാൽ അറിയാം. അടിഭാഗം കണ്ട കട്ടിൽ ടൈൽസ് ആണ് സംഭവം. ടൈൽസ് ചെയ്തൊക്കെയാണത്. അതെ അതെ, എമ്മയുടെ മാട്രസ് ആണ് നമ്മൾ. എമ്മയുടെ 8 ഇഞ്ചിന്റെ 6.5 ബെഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല അത് എമ്മയുടെ അല്ല, അത് നമ്മളല്ലാതെ വാങ്ങി ലുലുന്ന് വാങ്ങിയത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ് ബോർഡ് ചെയ്തേക്കുന്നത് അതെ, നമ്മുടെ ഹാളില് സോഫ ചെയ്ത അതേ ടീം അതേ കളർ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. വേളി ടീം. അതുപോലെ തന്നെ അത് വുഡ് ഫാക്ടറി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, നമ്മൾ ഈ സോഫ ഉണ്ടാക്കിയത് വേളിയുള്ള. പിന്നെ ഇതും WPCയുടെ പാനലാണ്. പാനലല്ല, ലൂവേഴ്സ് നമ്മൾ ഭിത്തിയിലോട്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് അപ്ലൈ ചെയ്തിരിക്കുകയാണത്. ഇതാണ് ആക്ച്വലി ഇതിന്റെ യഥാർത്ഥ കളർ. നമ്മുടെ ആ സ്ട്രിപ്പിന്റെ യഥാർത്ഥ കളർ ഇതാണ്. ഒന്നും ചെയ്തിട്ടില്ല നമ്മള്. എന്നിട്ട് ഇത് നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഞാൻ തന്നെയാണ് ഇത് വെച്ചത്. ഓക്കെ, ഇത് സ്റ്റിക്കറാണ്. ഇത് സിൽവർ സ്റ്റിക്കറാണ്. അപ്പൊ അത് കഴിഞ്ഞ് ടെലിഫോൺ കാര്യം വിട്ടുപോയി. നമ്മള് നെറ്റ് വഴി കണക്ട് ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫോൺ നമ്മൾ വാങ്ങിക്കൊടുക്കണം. ഇത് 500 രൂപ ഫോൺ കിട്ടും. അതിന്റെ നെറ്റ് കണക്ഷന്റെ കൂടെ ഫ്രീ ആയിട്ട് നമുക്കൊരു ലാൻഡ് ലൈൻ കണക്ഷൻ കിട്ടും. അതെ അതെ അതെ, ഡ്രോയർ നമുക്ക് ബെഡിന്റെ കൂടെ തന്നെ ഉണ്ട്. രണ്ട് സൈഡിനും ഉണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഒരു ഓപ്പൺ സ്പേസ്. ഇവിടെ ഇങ്ങനെ ഹാള് നമുക്ക് ഇറങ്ങാൻ പറ്റും. അതെ അതെ, ഗേറ്റ് ഉണ്ട്. ഇതൊരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി ചെയ്തിട്ട് സ്ലൈഡ് ചെയ്ത് ചാടി ഇറങ്ങിക്കൊണ്ട് തന്നെ. യെസ്, ഇങ്ങനെ. അതെ അതെ, അതും ഗോൾഡൻ ബാമ്പുമാണ്. ഇവിടെ നമ്മളെ ഇലക്ട്രിക് വെഹിക്കിളൊക്കെ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് ഇവിടെ. അടുത്തായി നമ്മുടെ ഈ റൂമില് അലമാരി ഇല്ലാത്തതിനാൽ നമ്മളൊരു വാക്കിംഗ് വാർഡ്രോബ് എന്നുള്ള വാർഡ്രോബ് എന്നുള്ള സംഭവം ചെയ്യുക. ഓപ്പൺ ആയിട്ടുള്ള ഒരു വാർഡ്രോബ്. ഇതാണ് വാക്കിംഗ് വാർഡ്രോബ്. നമുക്ക് എല്ലാം ഓപ്പൺ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. സംഭവങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് ഇട്ടിട്ട് ഡ്രസ്സ് എല്ലാം. അതെ അതെ അതെ, ഇതിങ്ങനെ ചെയ്ത് ഇതെല്ലാം ഫെറോസ് ലാബ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഫെറോസ് ലാബാണ്. ഫെറോസ് ലാബിൽ ചെയ്തിട്ട് ഇതിങ്ങനെ ഡ്രോയറെല്ലാം അങ്ങനെ ചെയ്തെടുത്ത് വയ്ക്കുകയാണത്. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ ഒരു സ്പേസ് ഉണ്ട്. അതെ അതെ, നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാം. നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ബാത്റൂമിലോട്ട് പോകാന്നുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതെ അതെ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ എക്സോസ്റ്റ് ഫാൻ മേളായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലോസറ്റ്. അതെ അതെ, ഇതൊരു വാൾ ഹംഗ് ക്ലോസറ്റ് ആണ്. ഫസ്റ്റ് വാൾ ഹംഗ് മറ്റേ ജാഗോറിന്റെ വാൾ ഹംഗ് ആണത്. കൂടാതെ വെള്ളത്തിന്റെ ഒരു കളർ കണ്ടാൽ അറിയാം. വെള്ളം നമ്മുടെ നീല വെള്ളം, ബ്ലൂ കളറാട്ടെ. ഇത് മറ്റേ ഹാർപ്പിക്കിന്റെ ബോള് നമ്മുടെ ഈ ടാങ്കിന്റെ അകത്ത് ഇങ്ങനെ ഇട്ടേക്കാണ്. ടാങ്ക്. അതെ അതെ അതെ, ഇത് കോലറിന്റെ ടാങ്ക് ആണിത്. ഉള്ളിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വാൾ ഹംഗായിട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ അതെ അതെ അതെ. ഓക്കെ ഓക്കെ, എന്നത് കഴിഞ്ഞ് നമ്മൾ വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ചിട്ടുണ്ട്. പാർട്ടീഷൻ ചെയ്തിട്ട് ഗ്ലാസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതും നമ്മുടെ വേലിയിലുള്ള നമ്മുടെ UPVC ചെയ്ത ടീമാണ് നമുക്കിത് ചെയ്തിരുന്നത്, സ്ലൈഡിങ് ആയിട്ട്. ഇത് പക്ഷെ വളരെ യൂസ്ഫുൾ ആണ് ഈ സംഭവം. പക്ഷെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഏകദേശം 20 രൂപയോളം വിലയുണ്ട് ഈ സംഭവം ചെയ്തെടുക്കാനായിട്ട്. ടൈറ്റന്റെ അതെ അതെ, മേളിൽ ഷവർ റെയിൻ ഷവർ ആണ് കൊടുത്തേക്കുന്നത്. റെയിൻ ഷവർ മേളിൽ തന്നെ. അതെ അതെ അതെ, ഇത് അതിന്റെ നിഷ് എന്നാണ് പറയുന്നത്. നിഷ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത് ഈ 2 സൈഡിലും ഉണ്ട്. ഈ സൈഡിലും ഇവിടെ എല്ലാം നമ്മൾ നിഷ് ചെയ്തിട്ടുണ്ട്. നിഷ് പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് സാധനങ്ങളെല്ലാം വെക്കാനായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കത്തില്ല. അതിങ്ങനെ അകത്തോട്ട് ഇതായിട്ടിരിക്കും. പിന്നെ ഈ റെയിൻ ഷവർ ആക്ച്വലി ചെയ്തേക്കുന്നത് നമ്മളവിടെ ഒരു ബോക്സ് പോലെ അടിച്ചിട്ട് അത് പാനൽ ചെയ്തിട്ടേക്കാണ്. പാനൽ ചെയ്തെടുത്തിട്ട് അതിലാണ് ഈ റെയിൻ ഷവർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബാത്റൂമില് വിശേഷങ്ങള്. ഓക്കെ, വിശേഷങ്ങൾ.
അപ്പൊ അടുത്തതായി നമുക്കൊരു കസ്റ്റമൈസ്ഡ് വാച്ച്. ഇത് ഞാൻ ഓൺലൈൻ കസ്റ്റമൈസർ വാങ്ങിപ്പിച്ചതാണ്. നമുക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ അവരിങ്ങനെ കസ്റ്റമൈസർ പിന്നെ ഇതായിട്ട് ഫോട്ടോ അയച്ച് ക്ലോക്ക് ആയിട്ട് നമുക്കിങ്ങനെ അയച്ചു തരും. അതെ അതെ, അവിടെ ഒരു ലാമ്പുണ്ട്. നമ്മുടെ ഫോട്ടോസ് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെറുതെ നമ്മളൊന്ന് ഏതോ ഡാമിൽ പോകുന്ന സമയത്താണ് ഒരു എടുത്ത ഫോട്ടോയാണത്. പിന്നെ നമ്മുടെ ടി വി ഇത് OnePlusന്റെ TV. ഇതും നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അതെ, എല്ലാം ഓൺലൈനാണ്. ഓൺലൈൻ ഹോം. AC ഓൺലൈൻ. പിന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഇതെല്ലാം ഇതും ഓൺലൈനായിട്ട് വാങ്ങിയത്. പിന്നെ ഈ ഫാന് അറ്റംബർഗിന്റെ ഫാനാണ്. അറ്റംബർഗിന്റെ BLDC ഫാനാണത്. ആക്ച്വലി ഇവിടെ ഒരു എല്ലാ ഫാനുകളും BLDC ആണ്. BLDC ഫാന് അറ്റംബർഗിന്റെ. അതെ അതെ അതെ, ഇങ്ങനെ കറങ്ങും. പിന്നെ ഹോൾ സീലിംഗ് അവിടെ ചെയ്യുന്നില്ല. തന്നെ സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം ഹോൾ സീലിംഗ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ കയറി വരുന്ന ഭാഗത്തൊരു നമ്മളൊരു പോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റേ ഇതിന്റെ ചെടിയ പേര് ഞാൻ മറന്നുപോയി. അതെ അതെ അതെ, സ്നേക്ക് ഫ്ലേവർ അങ്ങനെ എന്താണ് പറയുന്നതിന്. സ്നേക്ക് പ്ലാന്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ വിശേഷങ്ങൾ. നമുക്ക് ഇനി അടുത്ത റൂമിലോട്ട് പോകാം. അതെ, സ്പ്രേ ഉണ്ട്. സ്പ്രേയുടെ കാര്യം ഓർത്തിട്ട്. അതെ അതെ, ഈ സ്പ്രേയും വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ എപ്പോഴും ഇട്ട് വയ്ക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇത് നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഇതിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയാണ് സംഭവം. ഇതൊരു 15-20 മിനിറ്റ് കഴിയുമ്പം ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ 15 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ സ്പ്രേ ചെയ്യും. പക്ഷെ കൊള്ളാം സംഭവം. ഇതും യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ്. ഓക്കെ, ഇനി അതെ നമ്മുടെ ബാത്റൂം. നമ്മളെന്ന് പറയാൻ കാരണം സനുവിന്റെ ഇവിടെ ബാത്റൂമാണ്. അത് കിഡ്സ് ബാത്റൂം പ്ലസ് കോമൺ ബാത്റൂം. അതെ, ഇങ്ങനെ. അതായത് ഇത് കോമൺ ബാത്റൂമും ആണ്. നമുക്ക് റൂമിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നത് 2 എണ്ണം ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ബാത്റൂമിലോട്ട് എൻട്രി ആവുന്നു. പക്ഷെ ഇത് ബാത്റൂമിലല്ല ഡയറക്റ്റ് എൻട്രി ആവുന്നു. നമ്മളൊരു ഇടയ്ക്കൊരു ലാൻഡിങ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ചെറിയ പിന്നെ വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാത്റൂമിലോട്ട് കിടക്കുന്നത്. പക്ഷെ ഇതുവഴി നമുക്ക് ബെഡ്റൂമിലോട്ട് പോകാം. ഇതുവഴി ഹാളിലോട്ട് ഇറങ്ങാം. ഇതൊരു നല്ലൊരു സ്പേസ് കുറവുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. അതെ, കിഡ്സ് ബാത്റൂം. സനുവിന്റെ ബാത്റൂമിൽ നമ്മൾ പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയാണ് നമ്മൾ ജാഗോറിന്റെതും കോലറിന്റെതും ഒക്കെ ചെയ്തു. കഥ അവിടെ സ്ലൈഡിങ് ആണെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് ആണ്. ഇവിടെ വേറെ സംഭവം ഉണ്ട്. അകത്ത് കയറി തുറന്നു കേട്ടാണ് ഇവിടെ പ്രായമായ ആൾക്കാർ വരുന്നെങ്കിൽ ഇരുന്ന് കുളിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം നമ്മൾ നമസ്കാരം ചെയ്ത ഒരു സംഭവം. കാരണം നമ്മൾ എൻ്റെ ഉമ്മാക്കും പിന്നെ എൻ്റെ വൈഫിന്റെ സുബിയുടെ ഉമ്മാക്കും വയ്യായിക ഉള്ളതിനാൽ നമ്മൾ ഇരുന്ന് കുളിക്കാനൊക്കെ സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ റെയിൻ ഷവറാണ് ചെയ്തേക്കുന്നത്. റെയിൻ ഷവർ. പിന്നെ ഇവിടുത്തെ ലൈറ്റ് ഉപയോഗിക്കണം. പിന്നെ റെയിൻ ഷവറാണ്. ഇവിടെ നമ്മൾ നിഷ് ചെയ്തിട്ടുണ്ട്. ഈ നിഷ് കൂടാതെ മേളില് പിന്നെ ഹീറ്റർ ചെയ്തിട്ടുണ്ട്. ഹീറ്റർ ആക്ച്വലി ഇവിടെ ചെയ്തിട്ട് ഈ വെള്ളം തന്നെയാണ് അപ്പുറത്ത് 2 ബാത്റൂമുകളിലും പോകുന്നത്. പ്ലംബിങ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇതിന്റെ മേളിൽ റെയിൻ ഷവർ, എക്സോസ്റ്റ്, ഇതെല്ലാം. ഇതാണ് നമ്മുടെ ഈ ബാത്റൂമിലെ വിശേഷങ്ങൾ. കൂടാതെ വേറെ സംഭവമുണ്ട്. ഇവിടുത്തെ ഇതാണ് ട്രെയിൻ ചാനൽ സംഭവം ചെയ്തേക്കുന്നത്. നിങ്ങളുടെ വേറെ സംഭവം നോർമലി നമ്മൾ കണ്ടുവരുന്നല്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. ട്രെയിൻ ചാനൽ ഇങ്ങനത്തെ നീളത്തിലുള്ള സംഭവം. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ സാധനം ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് കാണാൻ ഭംഗിയാണ് സംഭവം. കിഡ്സ് ബെഡ്റൂം. സനുവിന്റെ കിഡ്സ് ബെഡ്റൂം. യെസ്. ഇവിടെ പിന്നെ 2 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. കുഞ്ഞിലായപ്പോഴത്തേ എടുത്തതായിരുന്നു. ഇത് പിന്നെ നമ്മളെടുത്ത് ഞാൻ പഴയ വീട്ടിൽ പോയപ്പോ അവിടെ നിന്ന് എടുത്തതാണ്. ഇത് സ്റ്റുഡിയോയിൽ പോയപ്പോ എടുത്തത്. അത് ബീച്ചിൽ പോയപ്പോ എടുത്തത്. അതെന്നെ കൊണ്ട് ദുബായിൽ എവിടെയാണ് പോയപ്പോ ലുലുമാളിൽ പോയപ്പോ ക്രിസ്മസിന് എടുത്തത്. എവിടെയാണ് പോയത്. പിന്നെ ഇവിടെ ഫാൻ ഉണ്ട്. പിന്നെ ഇവിടെ ഡ്രോസ് ഉണ്ട്. ഇവിടെ മേളിലാണ് ഡ്രോ കൊടുത്തേക്കുന്നത്. ഇവിടെ അങ്ങനെയാണ്. അതെ, നമ്മൾ ലെഫ്റ്റ് ഏരിയ മേളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വലിയ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് സ്റ്റോറേജ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലൈറ്റ്. അതെ, ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ അവിടെയാണ് വെച്ചേക്കുന്നത്.
കോഴിക്കോട്. അതെ, സനുവിന്റെ കോഴി അങ്ങനെയാണ് ഉച്ചാരിക്കുന്നത്. വിചാരിക്കുന്നല്ല, അതങ്ങനെയാണ് സംഭവം. സനുവിന്റെ കോഴിക്കോട് ക്രാഫ്റ്റിംഗ് പ്ലേസ് ആണ്. ക്രാഫ്റ്റിംഗ് പ്ലേസ്. ഇതിന്റെ പെയിന്റിങ്സും കാര്യങ്ങളാണ്. ഇത് ഓർഗനൈസർ വാങ്ങിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ വെച്ചതാണ്. ഇങ്ങനെയൊക്കെ സാധനങ്ങളെല്ലാം വെക്കാൻ പറ്റും. അങ്ങനെ ഓർഗനൈസർ ആണ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്പേസ് ഉണ്ട്. ഇതും ജനലാണ് വെക്കാം. നിങ്ങൾ തുറക്കാൻ പറ്റും. ലോക്ക് ആക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വാപ്പച്ചി ഇതൊന്ന് പാലാച്ചി ചെയ്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് പറഞ്ഞിപ്പോ വാപ്പച്ചി ഇവിടെ ഇങ്ങനെ ചെയ്തു തന്നെയാണ്. പിന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ടാല് ഇവിടെ ഗുഡ് വൈബ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബട്ടർഫ്ലൈയില് പൂവില് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെയൊക്കെ ഏറ്റവും കുഞ്ഞു പിക്കച്ചിന് ഫോട്ടോ എടുത്തതാണ് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ ഇതിപ്പോ കമ്പി ഇട്ടതാണ്. ഇന്നലെ പോയി കമ്പി ഇട്ടതാണ്. അമ്മച്ചി ഇന്ന് പോയി കമ്പി ഇട്ടിട്ട് എന്റെ ഇവിടെ വന്ന് പിന്നെ അങ്ങനെയാണ്. പിന്നെ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ സ്റ്റെയർസ് ആണ്. സ്റ്റഡി ഏരിയയിലോട്ട് പോകാൻ വേണ്ടി ഈ സ്റ്റെയർസിന്റെ അടിയിലാണ് LED ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് അതെ, LED സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പിന്നെ ടിവിയുടെ വാളിൽ ചെയ്ത പോലുള്ള പാനലിങ് ഇവിടെ ആരും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സംഭവം ഒട്ടിച്ചെടുത്തിട്ട് ഫോട്ടോയാണ്. അതെ 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 ഫോട്ടോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതെ 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 നമ്മൾ നടന്നു കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലവർ പോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നടന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്റ്റഡി ഏരിയ വരുന്നത്. അതെ 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 ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് സംഭവം. ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് താത്ത് വെക്കാം. നമുക്ക് ഇത് അയൺ ചെയ്യാനായിട്ടൊക്കെ ഉള്ളൂ. ഇതും ഒരേ സ്ലാബിൽ ചെയ്തിട്ട് ഡ്രോയറായിട്ട് ചെയ്തിട്ട് ചെയ്യണം. അതെ, സ്റ്റഡി ഏരിയ. ഇവിടെ സനുവിന്റെ ജിമ്മുണ്ട്. ഇവിടെ സനുവിന്റെ ഒരു ഏരിയ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇത് ആക്ച്വലി നമ്മൾ മേൽഭാഗത്തായിട്ട് നമ്മൾ റെന്റ് ഔട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഈ ഡോർ നമ്മൾ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തേക്കാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അപ്സ്റ്റേറിലോട്ട് മേലോട്ട് പോകാനായിട്ടുള്ളത് ജിമ്മിലുള്ള അങ്ങോട്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് നാൾ വഴികൾ, അതായത് നമ്മള് ഇത് ചെയ്ത സമയത്ത് ഉള്ള കുറെ ഫോട്ടോസുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ വീട് വെച്ചിരുന്ന സമയത്ത് അതെ അതെ ഇത് ഞാൻ കല്ലിടുന്ന സമയത്തുള്ളതാണത്. അതെ അതെ അത് എഡിറ്റ് ചെയ്തെടുത്തതാണ്. അതൊക്കെ കട്ടിലാണത്. കട്ടിലൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട് ഇതെല്ലാം. അതെ അതെ ഒരു ക്യാൻഡിൽ ടൈപ്പ് ഒരു ലൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതെ 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 BLD. അതായത് ഇവിടെ ഈ ഫർഗോളയ്ക്ക് പകരം ഞാൻ ആക്ച്വലി ഒരു ഗ്ലാസിന്റെ ബ്ലോക്കാണ്. ഗ്ലാസ് ബ്ലോക്ക് ആദ്യമേ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തേക്കാണ്. അത് നമ്മൾ അടച്ചു വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ല, ഇത് പെയിന്റ് അടിച്ചിട്ടില്ല. ഇതിങ്ങനെ ഇതെല്ലാം ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. അതെ 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 ഓക്കെ ഓക്കെ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അതെ സ്റ്റഡി ഏരിയ നമ്മൾ നേരെ പോകുന്നത്. അതെ 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 ഡംബിൾസ് ആണത്. ഇതെല്ലാം ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഹെർക്കുലീസിന്റെ ആണ്. അതൊരു ട്രെഡ്മില്ല്. ഏകദേശം ഒരു 4 വർഷത്തോളമായി. കുഴപ്പമില്ല, അത്യാവശ്യം യൂസ്ഫുൾ ആണ്. പിന്നെ സർവീസ് 2 പ്രാവശ്യം സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ പെട്ടെന്ന് അങ്ങനെ കേടാകത്തില്ല. കാരണം 5 വർഷത്തോളം 4-4.5 വർഷത്തിൽ കൂടുതലായി ചെയ്തിട്ട്. അതാണ് നമ്മുടെ ജിം ഏരിയ. അതായത് സനുവിനും വൈൻവാനെല്ലാം മേളിൽ കിട്ടിയിട്ടേക്കണത്. അപ്പൊ ഇനി നമുക്ക് മേളിലോട്ട് പോവാം. അടുത്തായി നമ്മുടെ മുകൾ ഭാഗത്തോട്ട് പോവാം. മഴയൊക്കെ നനഞ്ഞ് കിടക്കാണ് ഇവിടെ മൊത്തം. ഇതാണ് നമ്മളെ വാരിയുടെ സോളാർ 3 kV സോളാറാണ് ആക്ച്വലി. ഇത് 5ന്റെ പിന്നെ ഇൻവെർട്ടറാണ് ഞാൻ താഴെ വെച്ചേക്കുന്നത്. കാരണം അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നെങ്കിൽ പിന്നെ 5 ആക്കി എടുക്കാമല്ലോ. അപ്പൊ ആ സമയത്ത് അല്ല ഇൻവെർട്ടർ 3ന്റെ വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ട് 5ന്റെ വെച്ചിട്ട്
3ന്റെ പാനൽ പ്ലസ് അതിൻ്റെ കൂടെ 5ന്റെ സ്ട്രക്ചർ ഇനി അങ്ങോട്ട് പാനൽ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ മറ്റേ ക്യാപ്സൂൾ ടൈപ്പ് വാട്ടർ ടാങ്കാണ് ഇത്. നമ്മൾ ആക്ച്വലി ഇത് 6 അടിയാണത്. 2 അടി വെച്ച് കഴിഞ്ഞാൽ താഴെ ഈ ഫസ്റ്റ് ഫ്ലോർ റെന്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർക്ക് വെള്ളം പ്രഷർ വരൂലെന്ന് വെച്ചിട്ട് അത് 6 അടിയാക്കിയാണ് വെച്ചേക്കുന്നത്. അതാണെന്ന് തോന്നുന്നു എനിക്ക്. മറ്റേ ആ സിങ്കിലൊക്കെ അത്യാവശ്യം ഈ പ്രഷർ പമ്പ് ഉപയോഗിക്കാതെ തന്നെ നമുക്കൊരു ഇത് വരുന്നുണ്ട്, പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മേളത്തെ വിശേഷം. അതെ അതെ അതെ, അതാണ്ട് ഇവിടെ ഇങ്ങനെ ചെടികൾ കാണിച്ചു വെച്ചു. ഈ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങോട്ട് താഴോട്ട് ഹാങ് ചെയ്തിട്ട് വയ്ക്കുകയാണത് സംഭവം. ആണോ, ആ സൈഡിലുണ്ട്, ആ സൈഡിലും ഇതേപോലെ ഹാങ് ചെയ്ത് ഇങ്ങനെ ചെടി. അതെ 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 അതെ, ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് വയ്ക്കുകയാണ് ചെടി. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഏകദേശം ഒരു കഴക്കൂട്ടം സിറ്റി ആണെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സിറ്റി ആണെന്ന് തോന്നുന്നില്ല. ഒരു ഗ്രാമമേഖല പോലെയാണ്. ഇതൊരു വയൽ പ്രദേശമായിരുന്നു. അത് നികത്തി എടുത്ത് പിന്നെ പുരയിടമാക്കിയിട്ട് വീട് വെക്കുന്നതാണത്. വീട് വെച്ചതാണ്. നമ്മൾ 5 സെന്റാണെന്ന് വാങ്ങിയിട്ടുള്ളത്. അതെ, അവരൊക്കെ പോയി. അവിടെ മുമ്പ് സനു പറഞ്ഞ ആൾക്കാരെല്ലാം അവിടെ താമസിച്ചിരുന്നു, അവരെല്ലാം പോയി. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ മേളത്തെ വിശേഷം. അത് കഴിഞ്ഞ് ഈ ബാക്ക് സൈഡിലൂടെ കാണിച്ചു തരാം. ഈ സൈഡിലൊരു പുതുതായിട്ടൊരു വീട് വരുന്നുണ്ട്. ഇതും ഈ വസ്തുവിൽ ഉൾപ്പെട്ട് വരുന്നതാണ്. പക്ഷെ അത് വെച്ച് ഏകദേശം 2 മാസം കഴിയുമ്പോൾ താമസമാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കസിൻസിന്റെ തന്നെയാണ് ഇത്ര സ്ഥലം. പിന്നെ ഓപ്പോസിറ്റ് ഭാഗമൊക്കെ ഇങ്ങനെയാണത്. ഓക്കെ, പച്ചക്കറി ഇതെല്ലാം ഈ കൃഷിയെല്ലാം എൻ്റെ വകയാണ്. ഞാൻ തന്നെ നട്ട കമ്പാണ്. പുഴുവാറായി, ഏകദേശം 4-5 മാസത്തോളമായി. അടുത്ത മാസം പുഴുവണം. ഓക്കെ, നമ്മൾ ഈ ഒരു ഹോം ടൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ